അങ്ങനെ ഖത്തർ എയർവേസിൻ്റെ വക ഒരു കിടിലൻ ട്രീറ്റ് കിട്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ എക്കണോമിക് ക്ലാസ് ടിക്കറ്റ് അവർ ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നു. സ്ഥിരമായിട്ട് ഖത്തർ എയർവേസ് വഴി ട്രാവൽ ചെയ്യുന്നുണ്ട്. എനിക്ക് പോയിൻറ്റ്സ് അക്യുമുലേറ്റ് ചെയ്ത് ഒരു സിൽവർ മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബിസിനസ് ക്ലാസ് ലോഞ്ച് ആക്സസ് ചെയ്യാനും പറ്റും എൻ്റെ സിൽവർ മെമ്പർഷിപ്പ് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഡബ്ലിനിലെ ബിസിനസ് ക്ലാസ് ലോഞ്ച്. ആദ്യം തന്നെ ടോയ്ലറ്റൊക്കെ പോയി ഞാൻ എക്സ്പ്ലോർ ചെയ്തു. പിന്നീട് ഫുഡ് ആൻഡ് ബെവറേജസ് സെക്ഷനിലേക്ക് വന്നു. എന്നിട്ട് ഒരു കോഫി കുടിച്ചിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം രാവിലെ ഒരു 5:30 ആയതേ ഉണ്ടായിരുന്നുള്ളൂ ടൈം. ഇപ്പം ഫ്ലൈറ്റ് 7:30-ക്കാണ്. അപ്പോൾ ഒരു 2 മണിക്കൂർ സമയമുണ്ട് കുടിച്ചും കഴിച്ചും ഒക്കെ ഇട്ടിരുന്ന് റിലാക്സ് ചെയ്യാനായിട്ട്. 6.5 മണിക്കൂർ ഒറ്റ ഇരിക്കണമല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പോൾ എന്നാൽ ഭയങ്കര സന്തോഷം. കാലൊക്കെ നീട്ടി വെച്ചൊന്ന് കിടന്നുറങ്ങാലോ. ആ സന്തോഷത്തിൽ നമ്മുടെ എയർപോർട്ടിലെ കടകളൊക്കെ ഒന്ന് നടന്ന് കണ്ടേക്കാമെന്ന് ഓർത്തു. മൊത്തത്തിൽ ഒരു ആൽക്കഹോളിക് വെതറായിരുന്നു. അങ്ങനെ നമ്മൾ സീറ്റ് വന്നിരുന്നപ്പം തന്നെ 2 മെനു കാർഡ് ഇങ്ങനെ കൊണ്ട് തന്നു. ഒന്ന് ഫുഡിൻ്റെയും മറ്റത് ബെവറേജസിൻ്റെയും. അങ്ങനെ വൈൻ്റെ ബുക്കിങ്ങിനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എയർ ഹോസ്റ്റസ് വരിക ഡേറ്റ്സുമായിട്ട്. ഞാൻ പിന്നെ ഒരു 2 എണ്ണം അങ്ങ് എടുത്തു. നല്ല പ്രീമിയം ക്വാളിറ്റി മുഴുത്ത സാധനമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അറബിക് കോഫി വേണമെന്ന് ചോദിച്ചിട്ട് വന്ന്. വേണ്ടെന്ന് പറയുന്നത് എന്തിനാ, ഒന്ന് ട്രൈ ചെയ്തേക്കാം. പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ ഞാൻ കുടിച്ചു, ഇച്ചിരിയേ തന്നുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻസിനുള്ള വീഡിയോ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇനി അടുത്തതായിട്ട് ഒരു ക്യാൻഡിൽ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. ട്രഡീഷണൽ അറബിക് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് പിത്ത ബ്രെഡാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരു സാമ്പാറിനുള്ള പച്ചക്കറികളുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും ഞാൻ ഈ ബ്രെഡ് തിന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പൈനാപ്പിൾ മാർഗറേറ്റ. അത് കിടിലൻ സാധനമായിരുന്നു. അത് വന്നപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് റോസ്റ്റഡ് നട്ട്സും കൂടെ വന്നു. നട്ട്സ് എല്ലാം പ്രീമിയം ക്വാളിറ്റി സാധനമാണ്. പൈനാപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ജിഞ്ചറിലെയും ഒരു സ്ലൈസ് ഓഫ് ലെമണും കൂടി ഇട്ടാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ സൈഡിൽ, ഗ്ലാസിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുടിക്കുമ്പം ഉപ്പിൻ്റെ ടേസ്റ്റാണ്. ഉപ്പ് പറ്റിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നാരങ്ങ സോഡ ഉപ്പ് മധുരം ഇട്ട് കുടിക്കുന്ന ആ ഒരു ഫീലോടെ ഞാൻ അത് മൊത്തം കുടിച്ച് തീർത്തു. ഒരു ഉറക്കം കഴിഞ്ഞിട്ടാവാം ഇനി സംസാരം. സീ യു നെക്സ്റ്റ് വീഡിയോ.